എം.കെ. ഫൈസിക്ക് വേണ്ടി എസ്.ടി.പി.ഐ നടത്തിയ ഐക്യദാർഢ്യ സംഗമങ്ങൾ ലക്ഷ്യം കണ്ടു. എം.കെ. ഫൈസിയുടെ വിഷയത്തിൽ എസ്.ടി.പി.ഐ എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തെമ്പാടും ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യമെമ്പാടും സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്തരം സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികളുടെ നടപടികൾ ഉണ്ടായാൽ, പ്രത്യേകിച്ചും ഇ.ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ നടപടി ഉണ്ടായാൽ ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് അപൂർവമാണ്. നേരത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളായിരുന്ന ചിദംബരത്തിനും, അതുപോലെ തന്നെ ഡി.കെ. ശിവകുമാർ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, എ.പി.യുടെ അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഷിബു സോറൻ, ഇങ്ങനെ വളരെ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇ.ഡിയും ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും നടപടിയെടുത്തിട്ടുണ്ട്. അവരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ പ്രതിഷേധങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. അതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഈ എസ്.ടി.പി.ഐ എന്നുള്ള ചെറു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. അവർക്ക് സ്വാധീനമുള്ള രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഗ്രാമനഗരങ്ങൾ വ്യത്യാസങ്ങളില്ലാതെയാണ് ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. അതിന്റെ തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജില്ലാതല പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മുഖ്യധാര സംഘടനകളുടെയും ആളുകളെ ഇത്തരം പ്രതിഷേധങ്ങളിൽ എസ്.ടി.പി.ഐയുമായി ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ ക്ഷണിക്കുകയും അവർ വരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പക്ഷേ പലയിടത്തും മുഖ്യധാരയുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും മറ്റു സാമൂഹിക പ്രവർത്തകരുടെയും പിന്നോക്ക രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഇത്തരം സംഘടനകളുടെയും സാന്നിധ്യം ഇത്തരം വേദികളിൽ കാണാനായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് സാധാരണഗതിയിൽ ഒരു പുതുമയുള്ള കാര്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവിന്റെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവിനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെയുമായി ബന്ധപ്പെട്ട നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, പ്രത്യേകിച്ചും ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അത്തരം നടപടികൾ ഉണ്ടായാൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തീരെ കാണാത്ത കാര്യമാണ്. രാജ്യം ഇതുവരെ ദർശിക്കാത്ത കാര്യമാണ്. കാരണം കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു ജനാധിപത്യ ബോധമോ അല്ലെങ്കിൽ അത്തരം ജനാധിപത്യമായ സമര അവകാശ ബോധമോ ഇത്തരം ഇലക്ട്രൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. അതിന്റെ തുടർച്ചയെന്നോണമാണ് കാര്യങ്ങൾ സംഭവിക്കാറ്. പക്ഷേ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് എസ്.ടി.പി.ഐയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കർണാടകയിലും സംഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം പ്രതിഷേധ സംഗമങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെയും പങ്കെടുപ്പിക്കാൻ എസ്.ടി.പി.ഐക്ക് സാധിച്ചിട്ടുണ്ട്. മുസ്ലിം സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ള ഈ മനസ്സിലാക്കാൻ പറ്റുന്ന ജില്ലകളിൽ നടത്തിയിട്ടുള്ള ഇത്തരം പ്രതിഷേധ സംഗമങ്ങളിൽ ഈ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെ, അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും CPM അടക്കം ഉൾക്കൊള്ളുന്ന മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളെയും അതുകൂടാതെ മുസ്ലിം സാമൂഹിക സംഘടനാ പ്രതിനിധികളെയും, അതായത് ഈ മുഖ്യധാര മുസ്ലിം വിഭാഗമായ APEK ഇങ്ങനെ തുടങ്ങിയ സർവ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ അവരുടെയൊക്കെ സാന്നിധ്യം ഇതിൽ പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പലയിടത്തും നടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ ഈ ഒരു വിഷയത്തെ, ഈ ഒരു പ്രശ്നത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അവരുടേതായ സംഘടനാ താല്പര്യങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടോ മാറി നിന്നതാകാനാണ് സാധ്യതയുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നാളെ ഏതൊരു സംഘടനാ നേതാക്കൾക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും ഇവരുടെ വരുതിയിൽ വരാത്ത, അതായത് കേന്ദ്രം ഭരിക്കുന്ന RSS നിയന്ത്രിത ഭരണകൂടത്തിന്റെ അധീനതയിൽ വരാത്ത, അവർക്കെതിരെ എതിർ ശബ്ദങ്ങളായി നിലകൊള്ളുന്ന ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അവരെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ അത് മുൻകൂട്ടി കാണാനുള്ള ഒരു സന്നദ്ധ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളോ
ഇത്തരം സംഘടനകൾക്കോ ഉണ്ടായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ ഇതിനെ ഏത് രീതിയിലാണ് സമീപിക്കുക എന്ന് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ SDPI കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. അത് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് ഈ ഭരണഘടനാ പ്രതിസന്ധിയും ഈ ജനാധിപത്യ പ്രതിസന്ധിയും ആണ് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്നും ആ പ്രശ്നത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം വിവേചനപരമായി പെരുമാറുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിമർശനമാണ് SDPI ഉയർത്തിവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടങ്ങളിൽ പോലും ഈ പ്രത്യക്ഷമായ സമരങ്ങളിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ സംഘടനാപരമായ കാരണങ്ങളാൽ അവർ വരാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പുതിയൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാക്കാൻ രാജ്യത്ത് SDPIക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വിഭിന്നമായി തങ്ങളുടെ നേതൃത്വത്തെയോ അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കളെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കാര്യം ഇത്തരം ഇത്തരം കേസുകൾ ഉണ്ടായാൽ, ഇത്തരം ഭരണകൂട വേട്ടയുണ്ടായാൽ അതിനെതിരെ പ്രതിഷേധിക്കാനും എതിർ ശബ്ദം ഉയർത്താനും തങ്ങൾക്ക് സാധിക്കുമെന്ന് SDPI തീർച്ചയായിട്ടും ഈ രാജ്യത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ പ്രതിഷേധ സംഗമങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ളത്. ഏതായാലും മറ്റുള്ള ചെറു രാഷ്ട്രീയ പാർട്ടികളുടെയും ചെറു സംഘടനകളുടെയുമുള്ള ഒരു കോർഡിനേഷൻ ഇതിലൂടെ SDPIക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വന്ന ആളുകൾ ഈ ഒരു പ്രതിഷേധ സംഗമത്തിൽ അവിടെ വന്നിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു SDPI നേതാവിന് നേരെയുള്ള MK ഫൈസിക്കെതിരെയുള്ളത് രാഷ്ട്രീയ ആരോപണമാണ് എന്നുള്ളതും ഇതൊരു രാഷ്ട്രീയ നടപടിയുടെ ഭാഗമാണ് എന്നുള്ളതുമാണ് അവർ വ്യക്തമാക്കുന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ SDPI നടത്തുന്ന ഈ സമര പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ ഈ അവിടെ എത്തിയിട്ടുള്ള ഈ മുഖ്യധാരയ്ക്ക് പുറത്തു നിൽക്കുന്ന സംഘടനകളുടെയും പാർട്ടികളുടെയും ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ തയ്യാറായി എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്.